ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നിവിടെ സമൂസ ഷീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സമൂസക്ക് മാത്രമല്ല, ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നൈസായിട്ടുള്ള പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് 1 മന്ത് വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ നൈസായിട്ടുള്ള ഈ പത്തിരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ തന്നെ വേണമെന്നൊന്നുമില്ല, ഗോതമ്പ് പൊടി ആയാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ഒന്നുമല്ല കേട്ടോ, സാധാ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം, എന്നാൽ മാത്രമേ അത് സോഫ്റ്റ് ആവുള്ളൂ. അപ്പം മൈദപ്പൊടി ആണെന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചൊരു ഡോ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ തന്നെ വേണമെന്നില്ല, നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഓയിൽ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഏത് മാവ് കുഴച്ചാലും 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എത്രത്തോളം റെസ്റ്റ് ചെയ്താലും അത്രത്തോളം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടും. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. ബോൾസ് എല്ലാം നമുക്ക് ഈക്വൽ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പത്തിരിയും നൈസ് ആവുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പത്തിരിയും ഒരേ വലുപ്പത്തിലും കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ബോൾസ് ആക്കി എടുക്കുക. ഞാനിവിടെ 16 ബോൾസാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഫസ്റ്റ് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതൊരു പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. ഒരു പൂരിയുടെ വലുപ്പത്തിലാണ് ഇത് പരത്തി വെക്കുന്നത്. ഞാനിപ്പോൾ ഇതാ 1 ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 3 എണ്ണം പരത്തിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഞാനിവിടെ 4 പത്തിരിയാണ് വെച്ചെടുക്കുന്നത്. അതിനുള്ള 4 പത്തിരി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പത്തിരി വെച്ചിട്ട് നമുക്കിത് ലെയേഴ്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു പത്തിരിൻ്റെ മുകളിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഓയിൽ പത്തിരിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗം എന്ന് പറയുമ്പോൾ വക്കിൻ്റെ ഭാഗം നമ്മൾ പ്രത്യേകം തന്നെ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതും പത്തിരിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. നമ്മളുടെ ഓയിലും അതുപോലെ തന്നെ മൈദപ്പൊടി ഒരു ക്രീമി കൺസിസ്റ്റൻസിലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2ാമത്തെ പത്തിരി വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പത്തിരികളൊക്കെ നമ്മൾ ലെയേഴ്സായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഓരോ ലെയേഴ്സിൻ്റെ ഉള്ളിൽ ഓയിലും അതുപോലെ തന്നെ മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. മാത്രമല്ല ഇതിലെ മെയിൻ സ്റ്റെപ്പാണ് ഈ ഓയിലും മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കൽ. ഇനിയിപ്പോൾ അഥവാ ഓയിലും മൈദപ്പൊടിയും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പം നന്നായി കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് നമ്മളിത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് നന്നാക്കിയിട്ട് ഓയിലും മൈദയും സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പം ഇതാ ഫസ്റ്റ് പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിന് വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടിനേക്കാളും പരത്തിയെടുക്കാൻ നമുക്ക് സുഖം അരിപ്പൊടിയാണ്. അതുകൊണ്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം നല്ല മാക്സിമം നമ്മൾ നീട്ടി പരത്തിയെടുക്കുക. ആവശ്യത്തിന് കൗണ്ടർ ടോപ്പിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നീട്ടി പരത്തിയെടുക്കാം. ഇപ്പം ഇനി റൗണ്ട് ഷേപ്പ് കിട്ടിക്കോണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്കിതൊക്കെ ലാസ്റ്റ് സമയത്ത് ക്ലിയർ ആക്കിയെടുക്കാം. ഇതിപ്പോൾ 4 പത്തിരി വെച്ച് പരത്തുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് പരത്തിയെടുക്കാൻ ആർക്കും അത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മളിത് മാക്സിമം നീട്ടി അങ്ങ് പരത്തിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഇതിൻ്റെത് മാക്സിമം നീട്ടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിതാ ഒരു സോസ് പാനിൻ്റെ ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ടോപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ തവ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. പിന്നെ പത്തിരി ഇട്ട് കൊടുത്താൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഒരേ സൈഡ് തന്നെ നിന്ന് അങ്ങോട്ട് വെന്ത് പോകണ്ട. അതുകൊണ്ട് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബോൾസ് വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ബോൾസുകളൊക്കെ ഒന്ന് കുമിളകളൊക്കെ ഒന്ന് വലുതാവും. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് അങ്ങ് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ പൊങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ മറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊങ്ങി വരണം. അപ്പോൾ ഇതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ ചുട്ടെടുക്കുന്ന ഭാഗം. നന്നായിട്ട് പൊങ്ങി വന്നാലേ ഇതുപോലെ നമുക്ക് ലെയേഴ്സായിട്ട് വേറെ സെപ്പറേറ്റ് ആക്കി കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പത്തിരി ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ രണ്ടാമത്തത് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ നമ്മളിത് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പം നമുക്ക് രണ്ട് സൈഡും നന്നാക്കി പൊങ്ങിയാൽ മാത്രമേ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓയിലും മൈദപ്പൊടിയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ സെപ്പറേറ്റ് ആക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൈസായിട്ടുള്ള പത്തിരി ഇവിടെ തയ്യാറായി കിട്ടും. അപ്പം നമ്മുടെ നൈസ് പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.